ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പം തഞ്ചാവൂർ ട്രിപ്പിലാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ ധാരാസുരം ഐരാവതേശ്വര ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം തിരിച്ചു വരികയാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര തഞ്ചാവൂർ പാലസിലേക്കാണ്. തഞ്ചാവൂർ പാലസിലേക്കുള്ള യാത്രയാണ്. തഞ്ചാവൂർ പാലസിൻ്റെ മുൻഭാഗത്തുള്ള ഗേറ്റിലേക്ക് കൂടി നമ്മൾ ഇപ്പോൾ ഉള്ളിലേക്ക് കടന്നു. നിങ്ങൾക്ക് കാണാം, റോഡിൻ്റെ ഇരുവശങ്ങളായി അതിമനോഹരങ്ങളായ പെയിൻറ്റിങ്സ് എല്ലാം ഉണ്ട്. രണ്ട് സൈഡിലും സ്കൂളാണ്. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കോമ്പൗണ്ട് ഏരിയയിൻ്റെ ഉള്ളിൽ കടന്നു. ഇതാണ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതിനോട് ചേർന്നാണ് നമ്മുടെ തഞ്ചാവൂർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാലസിൽ നമുക്ക് കാണാനുള്ളത് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ തഞ്ചാവൂർ, അതിൻ്റെ ഗേറ്റാണിത്. അപ്പോൾ ഇത് മറാഠ പാലസിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന പ്രധാനമായും കാണാനുള്ളത് ഒന്ന് ദർബാർ ഹാള്, ലൈബ്രറി, മ്യൂസിയം. ഇങ്ങനെ ഈ 2-3 സംഗതി മാത്രമേ നമുക്ക് ഈ തഞ്ചാവൂർ പാലസിൽ കാണാനുള്ളൂ. എങ്കിലും നമുക്ക് ആദ്യം ദർബാർ ഹാൾ കാണാം. 2 കെട്ടിടങ്ങളുടെ നടുവിലൂടെ അതിമനോഹരമായ ആർച്ച് ഷേപ്പിൽ ഉണ്ടാക്കിയ ഒരു കവാടത്തിലൂടെയാണ് നമ്മൾ മറാഠ പാലസ് അഥവാ തഞ്ചാവൂർ പാലസിലേക്ക് കയറി ചെല്ലുവാനുള്ള കവാടം. ഇതിൻ്റെ മറുഭാഗത്തായി ഒരു ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ വണ്ടിയെല്ലാം കാണുന്നത്. ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസിൽ തന്നെ ചെറിയ 2 ദേവതമാരെ വെച്ച് ആരാധിക്കുന്ന ചെറിയ കോവിൽ. ഈ ആർച്ച് ഷേപ്പിലുള്ള എൻട്രൻസ് നടവഴിയിൽ മച്ചിന് മുകളിലായി നിറങ്ങൾ കൊണ്ട് അലങ്കരിച്ചതായി കാണാം. മനോഹരമായിരിക്കുന്നു. അവസാനം കാണുന്ന കമാനത്തിൽ അതിമനോഹരങ്ങളായ ശില്പങ്ങളും കാണാം. മറാഠ പാലസ് എന്നറിയപ്പെടുന്ന ഈ കൊട്ടാരം 1674 മുതൽ 1855 വരെ ഭോസ്ലെ കുടുംബത്തിൻ്റെ ഒരു ഔദ്യോഗിക വസതിയായിരുന്നു. ഈ കൊട്ടാരത്തിൻ്റെ യഥാർത്ഥ പേര് ശിവഗംഗൈ കോട്ടൈ എന്നായിരുന്നു. നമ്മൾ ആദ്യം കയറുന്നത് ഈ മ്യൂസിയത്തിലേക്കാണ്. അന്നത്തെ കാലത്ത് എഴുതപ്പെട്ട താളിയോല ഗ്രന്ഥങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പല ഭാഷകളിലായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. തഞ്ചാവൂരിൽ ഭരണം നടത്തിയ മറാഠ രാജാക്കന്മാരുടെ ചിത്രങ്ങളാണ് കാണുന്നത്. അതിൽ നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല. തഞ്ചാവൂർ ആർട്ട് ഗ്യാലറി സൈഡിൽ തഞ്ചാവൂർ ബൊമ്മകൾ. ഇതാണ് ബെൽ ടവർ. ഈ ബെൽ ടവറിനെ മാളമാളിക എന്നാണ് തഞ്ചാവൂർകാർ വിളിച്ചിരുന്നത്. അതിന് കാരണം ഇതിൻ്റെ നിർമ്മാണ രീതി തന്നെയാണ്. പഴയകാലത്തെ നിർമ്മാണ രീതിയെ അപേക്ഷിച്ച് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 7 നിലകളിലായിട്ടാണുള്ളത്. ഇത് 7 നിലകളിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ടവറിന് മുകളിൽ നിന്ന് നോക്കിയാൽ തൃച്ചിയിലെ ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാം. ആർട്ട് ഗ്യാലറിയാണ്. ആർട്ട് ഗ്യാലറി കാണാനാണ് ഇനി നമ്മൾ പോകുന്നത്. കരിങ്കല്ലിൽ പണിത ഒരുപാട് മനോഹരമായ ശില്പങ്ങളുടെ പ്രദർശനമാണ് ഇവിടെ. ക്ഷേത്രമുണ്ട്, ചെറിയൊരു കോവിൽ. ശിവലം കൊണ്ട് നന്ദിയുടെ മുന്നിൽ. ഇവിടെ കുറച്ച് പ്രതിമകളുണ്ട്. ഈ കാണുന്നതാണ് ഗൂഢഗോപുരം. 8 നിലകളിലായിട്ടാണ് ഈ ഗോപുരം പണിതിരിക്കുന്നത്. ഏകദേശം 192 അടിയാണ് ഈ ഗോപുരത്തിൻ്റെ ഉയരം. എട്ടാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലങ്ങളിലുള്ള ശില്പങ്ങളാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. അനേക ശില്പങ്ങളൊക്കെ മഹാവിഷ്ണുവിൻ്റെ
ശില്പമാണ്. കാലുകളിലൊന്ന് കുടഞ്ഞിട്ടുണ്ട്. സരസ്വതിയാണെന്ന് തോന്നുന്നു. സൂര്യപ്രതിമ, സൂര്യഭഗവാന്റെ പ്രതിമ 17-18 സെഞ്ചുറി. ഇതാരുടെ പ്രതിമയാണ്? അനേകം നർത്തകിമാരുടെ പ്രതിമകൾ. ഇത് ശിവഭഗവാന്റെ വിഷാടുവായിട്ടുള്ള പ്രതിമയാണ്. ശിവന്റെ പ്രതിമ. ഭിക്ഷാധനർ എന്നാണ് പറയുന്നത്. ശിവൻ 12-ാം സെഞ്ചുറി. മെതിയടി ഉണ്ട്. മെതിയടി എന്ന് ഇത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വെച്ചാൽ സംഗീതം വായിക്കുന്നവരെ പ്രതിമയാണ്. മുരുകൻ്റെ ഒരു ശില്പമാണ്. ഇതിൻ്റെ മുകളിൽ പോകാനുള്ള വഴിയാണ്. സ്റ്റെപ്പ് കയറി മുകളിൽ. ഇവിടെ കുറച്ച് പിക്ചറെല്ലാം ഉണ്ടല്ലോ. തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ ഒരു 1860-ലത്തെ ഒരു ഫോട്ടോ. റോയൽ ഫാമിലി തഞ്ചാവൂർ പാലസ്. ശിവാജി സെക്കൻഡിൻ്റെ 1860 തഞ്ചാവൂർ മാർക്കറ്റ്. ഒരു തിമിംഗലത്തിൻ്റെ അസ്ഥികൂടാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു തിമിംഗലത്തിൻ്റെ എന്തായിരുന്നു വലുപ്പമെന്ന്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഗൂഢഗോപുരം. ഇത് നായ്ക്ക രാജാക്കന്മാരുടെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. 1645-ലാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഒരേ സമയം വാച്ച് ടവറായും ആയുധപ്പുരയായും ഇത് ഉപയോഗിച്ചിരുന്നു. അക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആയുധങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഈ ഗോപുരത്തിൻ്റെ 2ാമത്തെ നിലയാണിത്. ഇതിന് മുകളിലോട്ട് ആരെയും കയറ്റിവിടുന്നില്ല. നമുക്ക് ഇവിടം വരെ മാത്രമേ പ്രവേശനമുള്ളൂ. ഇതിൻ്റെ മുകളിലൊന്ന് ബെൽ ടവർ കാണാം. നമ്മൾ കയറി വന്ന കവാടാണ് കാണുന്നത്.
ഈ പോകുന്നത് ദർബാർ ഹാളിലേക്കാണ്. ഓടിലും പഞ്ചലോഹങ്ങളിലും നിർമ്മിച്ച അതിമനോഹരങ്ങളായ ശില്പങ്ങളുടെ ഒരു പ്രദർശനമാണ് ഇവിടെ. മറാത്ത രാജാക്കന്മാർ തഞ്ചാവൂരിനും തമിഴ്നാടിനും നൽകിയ സംഭാവനകൾ വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് ഇവിടെയുള്ളത്. 8-ാം നൂറ്റാണ്ട് മുതലുള്ള ശില്പങ്ങളുടെ ഒരു നിരനിരയായിട്ടുള്ള പ്രദർശനം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അതിമനോഹരവും വിലമതിക്കാനാവാത്തതുമായ അതിമനോഹരങ്ങളായ പഞ്ചലോകത്തിൽ തീർത്ത ശില്പങ്ങളാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. അക്കാലങ്ങളിൽ ഉപയോഗിച്ച് ഇരുന്ന ഒരു നാണയങ്ങളുടെ ഒരു പ്രദർശനമാണ് നമ്മൾ ഈ കാണുന്നത്. ദർബാർ ഹാളിൻ്റെ അകത്ത് മുകൾ ഭാഗത്ത് കാണുന്ന അതിമനോഹരമായ കൊത്തുപണികളോടുകൂടിയുള്ള ശില്പങ്ങളുടെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. കൂടാതെ അന്ന് ഭരിച്ചിരുന്ന മറാത്ത രാജവംശത്തിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്ന രാജാ സർഫോജി രണ്ടാമൻ്റെ അതിമനോഹരമായ മാർബിളിൽ തീർത്ത ശില്പവും ഇവിടെ കാണാം. പൂർണ്ണ രൂപത്തിലുള്ളൊരു ശില്പമാണ് ഇവിടെയുള്ളത്. 1797 മുതൽ 1832 വരെയാണ് ഇദ്ദേഹം തഞ്ചാവൂർ ഭരണം നടത്തിയിരുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് നടരാജർ ഹാളിലേക്കാണ്. ഒട്ടനവധി നടരാജ വിഗ്രഹങ്ങളുടെ ഒരു പ്രദർശനമാണിത്. അതും ലോഹത്തിൽ തീർത്ത അതിമനോഹരങ്ങളായ ശില്പങ്ങൾ.
ലോക്ക്, പഴയ കാലത്തുള്ള ലോക്കുകളാണ്. സമയം നോക്കുന്ന ഘടികാരങ്ങൾ, തൂക്കുകട്ട കാര്യങ്ങൾ. ഇത് വെഞ്ചാമരം, ഇത് തലപ്പാവ്, ബെൽറ്റ്, പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്നത്, ഷൂസ് ആ സമയങ്ങളിൽ. അരയമ്മി, മട്ടമ്മി, അരയമ്മി, വിളക്ക്, തൂക്കുവിളക്ക് വന്നത് ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ച. ആയുധങ്ങൾ, ഇത് ആനകൾക്ക് വേണ്ടി ഉപയോഗിച്ചത്. എലിഫൻറ്റ് അങ്കുഷ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് അത് തന്നെയാണ് എലിഫൻറ്റ് അങ്കുഷ്. കുറച്ച് പാത്രങ്ങൾ, കുറച്ച് പാവകൾ. ഇന്നത്തെ കാലത്ത് 14 15 നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ സംഗതികളായിരുന്നു. കണ്ണാടി, ഇന്നത്തെ കാലത്തെ കൂട്ടുകാരികൾ. പത്തായം എന്ന് പറയുന്നത് പത്തായം. മരത്തിൻ്റെ ഇതെല്ലാം രാജാക്കന്മാരുടെ ഫോട്ടോകളെല്ലാം ഇതെല്ലാം ആ മറാത്ത ഭരണകാലത്തിൻ്റെ അവരുടെ ഫോട്ടോകളാണ്. എല്ലാം മറാത്ത രാജാക്കന്മാർ. മറാഠ രാജാക്കന്മാരാണ്. അവസാനം ഉണ്ടായിരുന്ന മറാഠ രാജാക്കന്മാരുടെ ഫോട്ടോകളാണ് ഇത്. പെരുമ്പറ മുഴക്കാന്നല്ലേ പറയുന്നില്ല, പെരുമ്പറ. പെരുമ്പറയാണ് പെരുമ്പറ. കണ്ട മറാത്ത മ്യൂസിയം ഇതെല്ലാം കണ്ട, ദർബാറുകളെല്ലാം കണ്ട. ആ ധാന്യങ്ങൾ ഇട്ട് വെക്കുന്ന ഭരണിയാണ്. ആ പെരുമ്പറ ഉണ്ട്, പെരുമ്പറ. അതിന് ആ വിൽപ്പനക്ക് വേണ്ടി വെച്ചതാണെന്ന് തോന്നുന്നു. ഇതിന് മേലെ ലാബിലെല്ലാം ഒട്ടിച്ചിട്ടുണ്ടല്ലോ. അതാ പൈസ 200 എന്നല്ല, 850. ആ അതിന് 850. ആ വെളിയിൽ പോയി മേടിക്കാം, വീട് നിന്നൊന്നും വാങ്ങണം. ഇതിൻ്റെ അകത്തുകൊണ്ട് പെയിൻറ്റിങ്സ് എല്ലാം. ഇതെല്ലാം രവിവർമ്മേൻ്റെ എല്ലാം പെയിൻറ്റിങ്സാണ്. ആ
ആ പാലസ് ടൂർ തഞ്ചാവൂരാണ്. ഇവിടുന്ന് മേടിക്കാം. തഞ്ചാവൂർ പാലസ് കണ്ട് ഇറങ്ങുന്നതാണ്. തഞ്ചാവൂർ പാലസിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളെല്ലാം കണ്ട് നമ്മൾ മടങ്ങുകയാണ്. നമ്മളെ അടുത്ത യാത്ര തഞ്ചാവൂർ കോവിൽ കാണാൻ വേണ്ടിയിട്ടാണ്. തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന തഞ്ചാവൂർ ക്ഷേത്രം. ചുമരാണ് ഇത്, രണ്ട് സൈഡ്. അവിടെ ഒരു ആനയുണ്ട്. രണ്ട് ആനയുണ്ട്. തഞ്ചാവൂർ മറാഠ പാലസ്.